സുന്ദരിയായ സ്റ്റെല്ലയുടെ നായക പദവി അലങ്കരിക്കുന്ന സാജാൻ. ഹലോ, നമസ്കാരം. ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും താങ്ക് യു. ആൻഡ് ഈ കഥ ഞാൻ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം ഞാൻ ഇതുവരെ ചെയ്യാത്തൊരു ജോണറിലുള്ളൊരു പടമാണ്. ആൻഡ് കുറേ കോമഡി പരിപാടിയൊക്കെ ഉണ്ട്. ആൻഡ് ഐ എം ഹോപ്പിംഗ് ദാറ്റ് ഈ ക്യാരക്ടർ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അലക്സേട്ടനെ അറിയുമെന്ന് അറിയില്ല. അലക്സേട്ടനാണ് എന്നെ ഈ സിനിമയിലോട്ട് വിളിക്കുന്നത്. അലക്സേട്ടൻ എനിക്ക് തോന്നുന്നത് ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം, ഇതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ചെറിയ കുട്ടിയായിരുന്നപ്പം, അങ്ങനെയല്ല, ഭയങ്കര ചെറുതായിരുന്നപ്പം, ഒരു പ്രോബബ്ലി ഒരു 10 വർഷം മുമ്പ്, ഓർ മോർ ദാൻ ദാറ്റ്, ഒരു പടത്തിന്റെ ഷൂട്ടിന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ വന്നിട്ടായിരുന്നു ഷൂട്ട്. അപ്പൊ രാത്രി ഇങ്ങനെ ഷൂട്ട് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഐ റിമെമ്പർ ഞാൻ പോയിട്ട് അലക്സേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ട്. അത് പിന്നെ പറയാം, ഞാൻ പറഞ്ഞിട്ടില്ല വേറെ ചേട്ടൻ്റെ അടുത്ത്. അപ്പം അന്ന് വെറുതെ ഒരു കൗതുകത്തിൽ ഞാൻ പോയിട്ട് നമ്മൾ സിനിമയിലൊക്കെയുള്ള ചേട്ടന്മാർ എന്നൊക്കെ വിചാരിച്ചിട്ട് ഉണ്ടാകുന്ന അവിടെ പോയി സംസാരിക്കുമല്ലോ, അതുപോലെ പോയി സംസാരിച്ചാണ്. ചേട്ടൻ ഭയങ്കര സ്വീറ്റ് ആയിട്ട് എൻ്റെ അടുത്ത് അന്ന് സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് അന്നൊരു കാർഡും, എൻ്റെ ഓർമ്മയിൽ എനിക്ക് അന്നൊരു കാർഡൊക്കെ തന്നിട്ടുണ്ട് നിങ്ങളുടെ കമ്പനിയുടെ. വെറുതെ ഞാൻ ഇത്രയും ചെറിയ കുട്ടി എന്തിനാണ് ഈ കാർഡ് തന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ. പക്ഷെ എന്നാലും അതിനുശേഷം ഞങ്ങൾ കുറേ കാലത്തിന് ശേഷം കാണുന്നത് ഈ സിനിമയുടെ വേറൊരു പരിപാടിക്ക് വേണ്ടിയായിരുന്നു. ആൻഡ് അവിടുന്ന് ചേട്ടൻ എന്നെ ഈ സിനിമയിലോട്ട് ഇൻവൈറ്റ് ചെയ്തു. ഇങ്ങനൊരു സാധനം ഉണ്ടാടാ, നീ ഒന്ന് കേട്ടു എന്ന് പറഞ്ഞു. സോ ഐ ബിലീവ് ഇൻ ദ സർക്കിൾ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അവിടെ തൊട്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ ബിനുചേട്ടനെ കണ്ടിട്ട് കഥ കേട്ടപ്പം അതിലും കൂടുതൽ എക്സൈറ്റഡ് ആയി. പിന്നെ നമ്മുടെ ഇക്കാനെ കണ്ടു. ശാലിക പ്രൊഡ്യൂസറിനപ്പുറം ഐ തിങ്ക് ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ് ഈ സിനിമയിൽ. ഇമോഷണലി ഭയങ്കര ഇൻവെസ്റ്റഡ് ആണ്. ഹി വാസ് ടെല്ലിങ് മീ ഹൗ ഇമ്പോർട്ടൻറ്റ് ദിസ് ഫിലിം ഇസ് ഫോർ ഹിം. ഹീസ് ഓൾസോ, ഇവരൊക്കെ ഫ്രണ്ട്സ് ആണ്. അപ്പം ഇവര് ഒരുമിച്ച് കൂടി ഇന്ന് ഉണ്ടായ ഒരു സിനിമയാണ്. കുറച്ച് കാലമായിട്ട് അവർ ഒരുമിച്ച് ഈ ഫ്രണ്ട്ഷിപ്പിലൂടെ ഉണ്ടായ സിനിമയാണ്. അപ്പം ഐ റിയലി വിഷ് വെരി ഗുഡ് ഫോർ യു. നല്ലൊരു സിനിമയെ മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് എനിക്കിവിടെ ലൈക്ക് ചേട്ടൻ, മനോജ് ചേട്ടൻ, താങ്ക് യു സോ മച്ച്. എന്നെക്കുറിച്ച് ഇങ്ങനെ നല്ല പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. എൻ്റെ സ്കൂളിൽ പണ്ട് ഗസ്റ്റായിട്ട് വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും ചേട്ടനെ കണ്ടിട്ടുള്ളത്, ടോക്കിച്ചിൽ. യെസ്, അപ്പം വെരി ഹാപ്പി. ആൻഡ് തേജ, ഐ ജസ്റ്റ് വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയാവുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. ആൻഡ് എൻ്റെ പ്രസ് മീറ്റ് താൻ പൊളിച്ചു തുടക്കുന്നതിന്. അപ്പം ബാക്കി അങ്ങോട്ടും ഓൾ ദി ബെസ്റ്റ്. ആൻഡ് സേതു ചേട്ടാ, നമ്മൾ ഇതിനു മുമ്പ് സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, പറ്റിയില്ല. ആൻഡ് ഐ റിയലി ഹോപ്പ് ദിസ് ഇസ് എ ഗുഡ് സ്റ്റാർട്ട്. ആൻഡ് യെസ്, താങ്ക് യു എവരിവൺ. ശരിക്കും ഇതിൻ്റെ ഒരു തേജ ഇതിനകത്തേക്ക് സ്റ്റെല്ലയായിട്ട് നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ്. ശരിക്കും ആ ഒരു സെലക്ഷനും തേജയുടെ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അലക്സ് കുര്യൻ ഈ ഇക്ക പ്രൊഡക്ഷൻസിനൊപ്പം തന്നെ കാക്ക സ്റ്റോറീസ് എന്ന് അതുകൊണ്ട് വന്ന എല്ലാവർക്കും നന്ദി. എല്ലാ സപ്പോർട്ടുകളും ഉണ്ടാവണം. ഈ പറഞ്ഞ പോലെ മനോജേട്ടൻ്റെയും മകളുടെയൊക്കെ ആദ്യത്തെ പ്രോജക്റ്റ് എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അതിൽ നമ്മളും കൂടെ ഇൻവോൾവ് ആവുമെന്ന് പറയുന്നത് അതിലേറെ സന്തോഷമുള്ളൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ചെറുപ്പം മുതൽ കണ്ടുവന്ന സിനിമകളും ഇപ്പോൾ മനോജേട്ടൻ്റെ പടങ്ങളും എല്ലാം ഞങ്ങൾ പണ്ട്, മനോജേട്ടൻ്റെയൊക്കെ ഒരു വളരെ അടുത്തൊരു സുഹൃത്തായിരുന്നു എനിക്ക് സിനിമയിൽ അറിയാവുന്ന ഒരാൾ, അനിലേട്ടൻ, ഹരിഹരൻ സാറിൻ്റെയൊക്കെ അസോസിയേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ പല പ്രാവശ്യവും അപ്പം അവിടെ പോകുമ്പം അവരുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോസാണ് ഞാൻ എടുത്തു വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട് കാലം. അപ്പം സർഗം എന്ന് പറഞ്ഞ സിനിമയൊക്കെ കോഴിക്കോട് നടന്നപ്പം ഏറ്റവും കൂടുതൽ മനോജേട്ടൻ്റെ അടുത്ത്, അല്ല ഈ അനിലേട്ടൻ്റെ അടുത്തു നിന്നൊക്കെയാണ് നമ്മൾ സിനിമാ കഥകൾ കേൾക്കുന്നത്. അന്ന് തുടങ്ങിയ സിനിമയുടെ ആഗ്രഹങ്ങളാണ് ദൈവം സഹായിച്ച് ഇവിടെ എത്തി. ഇപ്പം ഇങ്ങനെയുള്ള സദസ്സിൽ ഈ പറഞ്ഞ പോലെ ഇപ്പം ബിനുവിൻ്റെതും ആദ്യത്തെ സിനിമയാണ്, ഇക്ക പ്രൊഡക്ഷൻസിൻ്റെ ആദ്യത്തെ സിനിമയാണ്, തേജയുടെ ആദ്യത്തെ സിനിമയാണ്. ഇപ്പം ഇത്രയും എന്താ പറയുക, ഒരുപാട് ആഗ്രഹങ്ങളുള്ള, സിനിമയിൽ ആഗ്രഹങ്ങളുള്ള ഒരുപാട് ആളുകളുടെ കൂടെ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒത്തൊരുമിച്ച് ജോലി ചെയ്യാനും കിട്ടുന്നൊരു സന്തോഷം അത് വേറെ തന്നെയാണ്. എല്ലാത്തിനും നന്ദി. എല്ലാവരും സിനിമ കാണണം. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും
എല്ലാം സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. അതുപോലെ ഇക്കയുടെ ഇത് പറയുമ്പോൾ ജയരാജ് എന്ന് പറയുന്നത് അദ്ദേഹം ഒരു പ്രവാസിയാണ്, ഒരു അടുത്ത സുഹൃത്താണ്. ഇക്കയിലൂടെ ഒരുപാട് ഞങ്ങളെല്ലാവരും എപ്പോഴും ജയരാജ് കേൾക്കും. അപ്പോൾ ഇന്ന് ഈ ഒരു ഇതിനു വേണ്ടി മാത്രം, ഈ ഒരു ചടങ്ങിന് വേണ്ടി മാത്രം ജയരാജ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇക്കയോടൊപ്പം ഒരു പാർട്ട്ണറായിട്ടും ഒരു സന്തത സഹചാരിയായിട്ട് എന്നും കൂടെയുള്ള ഒരാളാണ് ജയരാജ്. ഈ സ്റ്റെല്ല, സുന്ദരിയായവൾ സ്റ്റെല്ലയുടെ ആദ്യകാല പ്രവർത്തനം തൊട്ട് ഇനി കൂടെ ജയരാജ് ഉണ്ടാവും. നമസ്കാരം. നമസ്കാരം. ഇപ്പം ചേട്ടൻ പറഞ്ഞ സ്പീച്ചിൽ തന്നെ ഏകദേശം മനസ്സിലാവും നിങ്ങൾ തമ്മിലുള്ള എത്രത്തോളം ബോണ്ടിങ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പും വേണം സിനിമയിലേക്ക് കയറ്റിവിടാൻ പറ്റുന്ന ഒരു മേഖലയാണ് ചേട്ടനെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ. ഇപ്പം ഇപ്പോൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറയുമ്പോൾ ഫസ്റ്റ് കൊടുത്തൊരു ഉപദേശം എന്താ? സിനിമയിലേക്ക് കയറുമ്പോൾ ഇതൊക്കെ നോക്കണം, ഒരു ഇതുണ്ടാവുമല്ലോ, ഒരു ഗൈഡ് കൊടുക്കുമല്ലോ, എന്തായിരുന്നു കൊടുത്തിട്ട്? പരിപൂർണമായ അർപ്പണ മനോഭാവം നമ്മൾ ചെയ്യുന്ന തൊഴിലിനോടുണ്ടാവണം. കൃത്യനിഷ്ഠ, സീനിയേഴ്സിനെ ബഹുമാനിക്കൽ, ഇങ്ങനെയുള്ള 2-3 കാര്യങ്ങളാണ് ആദ്യം ഞാൻ പറഞ്ഞു കൊടുത്തത്. ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളുടെ ഇടയിൽ ഇതെല്ലാം വീണ്ടും പറയുണ്ടായി. അപ്പോൾ അങ്ങനെയുള്ള ബേസിക്കായിട്ടുള്ള സിനിമയിൽ ആവശ്യമുള്ള വളരെ ബേസിക്കായിട്ടുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്, അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുരു സ്മരണ, ഗുരുക്കന്മാരെ സ്നേഹിക്കുക, ആരെ കണ്ടാലും എണീറ്റ് നിൽക്കണം, ബഹുമാനിക്കേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള ബേസിക്കായിട്ടുള്ള ഒരുപാട് അത് നമ്മൾ കുട്ടിക്കാലം മുതൽ അങ്ങനെ ചെയ്യാറുണ്ട്. കാരണം എൻ്റെ മഹാനായ മഹാത്മാഗാന്ധിയുടെ വാചകങ്ങൾ ഈ എളിയവനായി ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറയുന്ന പോലെ ഞാൻ ജീവിച്ചത് എങ്ങനെയാണെന്ന് എൻ്റെ മോള് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതവൾ ഒരുപാട് കണ്ടുപഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കുഴപ്പമില്ല, പോകുന്നു. ഈ കുഞ്ഞുനാൾ പോലെ കേൾക്കുന്നുണ്ടാവുമല്ലോ, എപ്പോഴാ സിനിമയിലേക്ക്, അല്ലെങ്കിൽ അച്ഛനമ്മയും സിനിമയിലുണ്ട്, അല്ലെങ്കിൽ ഓൾ ഫാമിലി സിനിമയായിട്ട് ഭയങ്കര അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നു. അപ്പൊ ഈ ഭയങ്കര ലെഗസി പ്രഷർ ഭയങ്കരമായിട്ട് ഉണ്ടാവുമല്ലോ ചെറുപ്പം മുതലേ, ഇപ്പൊ കോളേജിലൊക്കെ ആണെങ്കിലും. അതെപ്പോഴെങ്കിലും എഫക്ട് ചെയ്തിട്ടുണ്ടോ? അതുകൊണ്ടാണോ ആദ്യം ജോലി, പഠിത്തമൊക്കെ കഴിഞ്ഞ് സിനിമ മതി എന്നുള്ളൊരു കോള്? Very good question. Thank you for the question, by the way. അത് ആക്ച്വലി പ്രഷർ എന്ന് പറയുന്നത് ഭയങ്കര റിയൽ ആണ്. കാരണം നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എപ്പോഴായിരിക്കും സിനിമ ചെയ്യുന്നുണ്ടോ, സ്കൂൾ കഴിഞ്ഞ ഉടനെ ചെയ്യുമോ, അതോ എങ്ങനെയാ കോളേജിൽ കയറുമ്പോൾ ചെയ്യുമോ? അപ്പോൾ ഇതൊക്കെ ഓരോരുത്തർ ചോദിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ സിനിമ എന്നുള്ളൊരു കോൺസെപ്റ്റ് എന്നും ഉണ്ട്. കാരണം ഞാൻ ഇപ്പം എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുകയാണെങ്കിലും ഞാൻ ഭയങ്കര ഒരു എക്സ്ട്രോവേർട്ട്, ഭയങ്കര ജോവിയൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിങ്ങനെ എന്താ പറയുക, ഫുൾ ടൈം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, സംസാരിക്കുന്ന മൊത്തം ഡയലോഗായിരിക്കും, ഓരോരുത്തർ പറയുന്നത് അതുപോലെ ആയിരിക്കും. അപ്പം എൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം അമ്മയും എല്ലാവരും മറ്റേ സിനിമയിലുള്ളതുകൊണ്ട് തന്നെ അവരുടെയും എല്ലാവരുടെയും ഒരു മാനറിസവും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മളിത് നോട്ടീസ് ചെയ്യുന്നതും, അത് വേറെ ഒരു കാര്യം. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ലൈക്ക് യു സെഡ് പ്രഷറിൻ്റെ കാര്യം, ഞാൻ ഈ കോളേജിലൊക്കെ പഠിക്കുമ്പോഴും ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എനിക്ക് എന്താ പറയുക, തുറന്ന് പറയാനായിട്ട് പേടിയായിരുന്നു. എനിക്ക് സിനിമയോട് ഭയങ്കര താല്പര്യമുണ്ട് എന്നുള്ള രീതിയിൽ. കാരണം പേടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ഇത്രയും വലിയ ആൾക്കാരുടെ മകളാണ് ഞാൻ എന്നുള്ളൊരു തോട്ട് എനിക്ക് വന്നത് തന്നെ ഞാൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ്. കാരണം എല്ലാവരും എൻ്റെ അടുത്ത് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ദാറ്റ് ഇവർ ഭയങ്കര, കാരണം ഞാൻ ഒരിക്കലും അങ്ങനെ, ഞാൻ മകളാണല്ലോ, ഞാനങ്ങനെ ഒരിക്കലും എന്താ പറയുക വലിയ സ്റ്റാർസാണ് ഞാൻ അവരങ്ങനെ ഒരു രീതി കാണണം, അല്ലെങ്കിൽ സ്കൂളിൽ പോയിട്ട് പോകും, എൻ്റെ പേരൻസ് ആരാന്നറിയോ, അങ്ങനത്തെ ഒരു ഇത് ഞാനിത് ഇന്നേ വരെ അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഓരോരുത്തർ ഇങ്ങനെ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴാണ്, അപ്പോഴാണ് ഞാൻ റിയലൈസ് നോക്കിയത് മൈറ്റ് ബി ഒരു അത്രയും വലിയ ആൾക്കാരാണ് എന്നുള്ളൊരു കാര്യം. പിന്നെയാണ് എനിക്ക് ഈ പ്രഷറിൻ്റെ കാര്യം എത്തി തുടങ്ങിയത് ലേറ്റർ ഓൺ. കാരണം ഞാൻ വിചാരിച്ചു എനിക്ക് അങ്ങനെ ഒത്തിരി എന്താ പറയുക, വാട്ട് ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ്, അവരത്രയും വലിയ ആൾക്കാരാണ്, ഞാൻ ഒരിക്കലും മാച്ചപ്പ് ചെയ്യാൻ പോകുന്നില്ല. കാരണം എല്ലാവരും എന്നെ കമ്പയർ ചെയ്യാൻ പോകുന്നതും ഋഷിയുടെയും മനോജ് കെജിയുടെയും മകൾ എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നതും. അപ്പോൾ അവരുടെ ഒരു എക്സ്പെക്റ്റേഷനും ഉണ്ടാവും. അപ്പോൾ പ്രഷർ ഇസ് വെരി റിയൽ. പക്ഷേ എന്നെ അങ്ങനെ ഒത്തിരി എഫക്റ്റ് ചെയ്തിട്ടുമില്ല, എന്നാൽ എഫക്റ്റ് ചെയ്തിട്ടുമുണ്ട്. എനിക്ക് അങ്ങനെ കൃത്യമായിട്ട് ഒരു ആൻസർ എനിക്കതിന് പറയാൻ പറ്റില്ല. പക്ഷേ ഒരുപാട് തോട്ട് ഞാൻ ഇതിനകത്ത് ഇട്ടിട്ടാണ് ഞാൻ ഓക്കെ സിനിമയിൽ കയറാമെന്നുള്ള രീതിയിൽ. കാരണം
കൂടിപ്പോയി കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ ഞാൻ ഇഫ് ഐ എം നോട്ട് ഗുഡ് ഇനഫ് ഫോർ എനിത്തിങ് ഐ തിങ്ക് ഐ ക്യാൻ മേക്ക് മൈ സെൽഫ് ബെറ്റർ, റൈറ്റ്? അപ്പം ഇപ്പം ആൾക്കാർ എന്താ പറയുക എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്കറിയില്ല, ഫസ്റ്റ് സിനിമയും കൂടിയാണ്. പക്ഷേ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാനായിട്ടാണ് ആഗ്രഹം. വൺസ് അഗൈൻ ക്വസ്റ്റ്യൻ, പ്രഷർ ഇസ് ഡെഫിനറ്റ്ലി ദെയർ. അതിപ്പോഴും ഈ നിമിഷം വരെ ഉണ്ടായിരുന്നു. ഞാൻ വരുമ്പോഴും ഞാൻ കാറിൽ നിന്ന് അച്ഛനടുത്ത് പറയായിരുന്നു, ദൈവമേ അവിടെ എത്ര ആൾക്കാർ, അച്ഛനൊക്കെ ഇത് സ്ഥിരം ചെയ്യുന്നതല്ലേ, ഞാൻ എന്തോന്ന് ചെയ്യും, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഞാൻ എന്താ സംസാരിക്കേണ്ടതെന്നൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക എന്നൊക്കെ പറഞ്ഞു. പക്ഷെ നിങ്ങളൊക്കെ കണ്ടപ്പോൾ കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നതെന്നറിയില്ല. പക്ഷേ താങ്ക് യു സോ മച്ച് ഫോർ ദ ക്വസ്റ്റ്യൻ. പ്രഷർ നല്ലോണം ഉണ്ട്. ഐ ഹോപ്പ് ഐ ആൻസേർഡ് യുവർ ക്വസ്റ്റ്യൻ. നല്ലോണം ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ഇനി ഉണ്ടാവും. അൺടിൽ ഐ മേക്ക് ഇറ്റ് ബെറ്റർ ഇൻ ലൈഫ്, ഐ ഹോപ്പ് യുനോ വിൽ സ്റ്റിൽ ബി ദെയർ, ഐ തിങ്ക്. താങ്ക് യു സോ മച്ച്. ഹായ്. അപ്പം ആദ്യ സിനിമ എന്ന് പറയുമ്പോൾ ഒരു വലിയൊരു സിഗ്നേച്ചർ തന്നെയാണ്. നമ്മളിടുന്ന എത്രത്തോളം ടെൻഷൻ ഉണ്ടാവും, പക്ഷെ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യുന്നൊക്കെ പേടിയൊക്കെ ഉണ്ടാവും. പക്ഷെ അത് ഇതിനു മുമ്പും കഥകൾ കേട്ടിട്ടുണ്ട്, പല സിനിമകളിലെ കഥകൾ വന്നിട്ടുണ്ടാവാം, ഇല്ലേ? അതെ അതെ, വന്നിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സ്റ്റെല്ലെ ക്യാച്ച് ചെയ്യാനുള്ള കാരണം എന്താണ്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഞാൻ ഇതുപോലെ പറഞ്ഞ പോലെ തന്നെ വനിതയുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞപ്പോഴേ മനോരമ വഴി അല്ലെങ്കിൽ വനിത വഴിയൊക്കെ കുറേ കോൾസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ്ലി വരുന്നത് അച്ഛൻ അല്ലെങ്കിൽ അമ്മയ്ക്കായിരിക്കും. അപ്പോൾ അവരുടെ അടുത്ത് പറയുന്നത് പോലെ ഇങ്ങനെ ഒരു കഥ വന്നിട്ടുണ്ട് കേൾക്കാം. അപ്പം ഞാൻ അങ്ങനെ കേട്ടു, കുറേ കേട്ടു. അപ്പം എനിക്ക് എൻ്റെ ഫസ്റ്റ് സിനിമ എന്ന് പറയുന്നത് എന്താ പറയുക, വെരി മെമ്മറബിൾ അല്ലെങ്കിൽ നല്ലൊരു റോള് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ വന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നും പറഞ്ഞ് ഇന്ന റോള് ചെറുതാണ്, മറ്റേ ആ റോള് കൊള്ളില്ല, അങ്ങനെ ഒരിക്കലും അല്ല. ഞാൻ എല്ലാ സ്ക്രിപ്റ്റും ക്രൂ ആയിക്കോട്ടെ, എൻ്റെ ക്യാരക്ടറിൻ്റെ എന്താണ് ഇമ്പോർട്ടൻസ്, ഇതെല്ലാം നോക്കിയിട്ട് തന്നെയാണ് ഞാൻ ഡെഫിനറ്റ്ലി സ്ക്രിപ്റ്റ് ഐ ഗോ ഫോർവേഡ് വിത്ത് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സ്ക്രിപ്റ്റ് വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഭയങ്കരമായിട്ട് ക്യാച്ച് ചെയ്തത് വൺ ഓഫ് ദി തിങ്സ് ഇറ്റ്സ് എ ടൈറ്റിൽ ക്യാരക്ടർ. അത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതെന്ന് പറയുന്നത് ഭയങ്കര ഒരു ഭാഗ്യമായിട്ടാണ്. കാരണം അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടുന്ന ഒരു ചാൻസ് അല്ല. അതായത് എന്താ പറയുക, മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഓഡിഷൻ കൊടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഓരോ മൂവിക്കും നമ്മൾ ഭയങ്കര ആഗ്രഹിച്ചിട്ടാണ് നമ്മളൊരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ എനിക്ക് ഇങ്ങോട്ടൊരു കോൾ വന്നപ്പോൾ എനിക്കത് ഒരിക്കലും എന്താ പറയുക വേണ്ടാന്ന് എനിക്കങ്ങനെ പറയാനും പറ്റില്ല. അതെനിക്കൊന്നും ആർക്കും അങ്ങനെ പറ്റില്ല എന്ന് തോന്നുന്നു. പക്ഷേ ഇറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ക്യാരക്ടർ. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദ റോൾ. ഭയങ്കര നല്ലൊരു ക്യാരക്ടറാണ് ഞാൻ കേട്ട് നോക്കിയപ്പം. അതിനെക്കാട്ടിലും ഉപരി എന്താ പറയുക, ബ്യൂട്ടിഫുൾ സ്റ്റോറി. പിന്നെ ക്രൂ എനിക്ക് ഓൾറെഡി എനിക്കറിയാവുന്ന, അതായത് സേതു സാറിനെയൊക്കെ എനിക്കറിയാം. അപ്പം അത് തന്നെ എനിക്ക് വേറെ ഒരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു. വേറെ ഫെറ്റ് ലൈക്ക് മേ ബി ഗോഡ് ഗേവ് ദിസ് ടു മീ, മേ ബി ഇത് ഫസ്റ്റ് മൂവി ആവണം എന്ന് വിചാരിച്ചിട്ട് തന്നെ ആയിരിക്കാം. അപ്പോൾ സോ മെനി തിങ്സ് സ്ട്രൈക്ക് അബൌട്ട് ദിസ് മൂവി. അത് മാത്രമല്ല, കുറേ കാര്യങ്ങളുണ്ടായിരുന്നു ഇതിൻ്റെ. എന്താ പറയുക, സേതു സാറാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നത്. ആ സമയത്ത് ബിനു സാർ വാസ് നോട്ട് അവൈലബിൾ. ബട്ട് ദെൻ പറയുമ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഹീ ജസ്റ്റ് ഗേവ് മീ ഒരു വൺ ലൈനറാണ് തന്നത്. പക്ഷെ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമായി. ഞാൻ പറഞ്ഞു, സാർ ഇത് ഡെഫിനറ്റ്ലി നമുക്ക് ചെയ്യാം, എനിക്ക് ഉറപ്പാണ് അച്ഛനും അമ്മയ്ക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി, നമുക്കിത് ഡെഫിനറ്റ്ലി ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ സിനിമ ചെയ്തത്. അതായത് ഞാൻ പറയുമ്പോഴോ ആഗ്രഹം എന്നുള്ള രീതിയിൽ അങ്ങനെ, അതാണ് റോളിനെ പറ്റി. ഓക്കെ, റോളിനെ പറ്റി പറയുമ്പോൾ ആദ്യം സാറാണ് സംസാരിച്ചത് അമ്മയുടെ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് ഡയറക്റ്റ്ലി വിളിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്, ടൈറ്റിൽ റോൾ കിട്ടുന്ന ഭയങ്കര ഒരു എന്താ പറയുക ബ്ലെസ്സിങ് ആണ്. അത് അതുപോലെ തന്നെ കാണുക, ബി ഗ്രേറ്റ്ഫുൾ, ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക. എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല. നമ്മളിപ്പോൾ ഫസ്റ്റ് ടൈറ്റിൽ റോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വലിയ സംഭവമായി ഒരിക്കലും അല്ല. സിനിമ പൊട്ടും, സിനിമ ചിലപ്പോൾ വിജയിക്കും, നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ദ ക്യാരക്ടർ യു ഗോട്ട്, പ്ലീസ് ഡു ഇറ്റ് വെരി വെൽ. നന്നായിട്ട് ചെയ്യുക. ഒരുപാട് കോമഡി സ്കോപ്പൊക്കെ ഉള്ളൊരു സിനിമയാണ്, നന്നായിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ, മെയിനായിട്ട് അതൊക്കെയാണ് പറഞ്ഞത്. പിന്നെ എന്നെ ഓഫ് കോഴ്സ് ബ്ലെസ് ചെയ്തു. ഷീ വാസ് ലൈക്ക് ഇത് നല്ലൊരു ടീമാണ്, നമുക്കറിയാവുന്നതാണ് നേരത്തെ, ഡെഫിനറ്റ്ലി ടേക്ക് ഇറ്റ് അപ്പ് എന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. താങ്ക് യു. ഹലോ തേജ, ആസ് ആൻ ആക്ടർ പ്രിപ്പറേഷനിൽ അച്ഛൻ്റെ ആയാലും അമ്മയുടെ ആയാലും ഏറ്റവും കൂടുതൽ ഇംപ്രസ് ചെയ്ത അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ക്യാരക്ടേഴ്സോ സിനിമകളോ ഉണ്ടായിട്ടുണ്ട്? ഡെഫിനറ്റ്ലി. അപ്പം ഇപ്പം അമ്മയുടെ ഞാൻ പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പം മിഥുനം, തലയണ മന്ത്രം, എന്താ പറയുക, പിന്നെ കളിപ്പാട്ടം, മുന്താണെ മുടിച്ച്, ഇതൊക്കെ ഞാൻ കുഞ്ഞിലേ ഇതൊക്കെ കുറേ പണ്ടത്തെ, അതായത് ആ ഒരു ടൈമിലൊക്കെ ഞാൻ കണ്ടു വളർന്നൊരു സിനിമയൊക്കെ ഇതാണ്. എന്താ പറയുക, എൻ്റെ ഹാർട്ടിനോട് ക്ലോസ് ആയിട്ട് നിന്ന കുറച്ച് സിനിമകളുണ്ട്, അതെല്ലാം ഇതാണ്. പിന്നെ തലയണ മന്ത്രം ഞാൻ പറഞ്ഞു. അച്ഛൻ്റെ ആണെങ്കിൽ
എനിക്ക് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ അനന്തഭദ്രം. കാരണം അതെനിക്ക് ഒരേപോലെ പേടിപ്പിച്ചതും ഒരേപോലെ എന്നാൽ അത് അച്ഛനാണ് അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള രീതിയിലാക്കിയ ഒരു സിനിമ അനന്തഭദ്രമാണ്. അനന്തഭദ്രം, സല്ലാപം, ചമയം, സീനിയേഴ്സ് എന്നതർ പേഴ്സണൽ ഫേവറേറ്റ്, നേരം, ഇങ്ങനത്തെ കുറേ എന്താ പറയുക കുറേ കണ്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. അപ്പോൾ ഇൻസ്പയർഡ് ആയെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താ പറയുക മോസ്റ്റ്ലി ഏത് കണ്ടാലും ഞാൻ ഇൻസ്പയർ ആവാറുണ്ട്. കാരണം ഞാനിങ്ങനെ അവരെ എൻ്റെ പേരൻസ് എന്നുള്ളൊരു സെൻസിൽ ഞാനിങ്ങനെ കാണുമ്പോൾ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് എന്താ പറയുക ഒരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷേ ആസ് എൻ ആക്ടർ ഓൾസോ ദേ ബോത്ത് ആർ ലൈക്ക് റിയലി ഗുഡ്. അപ്പോൾ എനിക്ക് ഏത് മൂവി കണ്ടാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തീർച്ചയായിട്ടും അത് വേണ്ടാന്ന് വയ്ക്കും. കാരണം അവരുടെ അൾട്ടിമേറ്റ് തീരുമാനമാണ് ഈ സിനിമയിൽ, പ്രത്യേകിച്ച് ഈ സിനിമയിൽ ഒരു ഫീമെയിൽ ഓറിയൻറ്റഡ് സിനിമയാണ്. അപ്പോൾ അത് അത്തരം ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്ത ഒരു ആക്ട്രസ്സാണ് ഉർവശി. അപ്പം അവർക്കറിയാം ആ ഡിസിഷൻ എടുക്കാൻ. അപ്പോൾ അത് ഒരിക്കലും ഞാൻ ചെയ്യണമെന്ന് പറഞ്ഞു അത് നമുക്ക് ചെയ്യണം എന്ന് ഒരിക്കലും പറയില്ല. അത് തീർച്ചയായിട്ടും അവരുടെ അഭിപ്രായത്തോട് യോജിക്കുകയുള്ളൂ. ഇപ്പോൾ ബേസിക്കലി നമ്മളിപ്പോൾ റിയലി സിനിമകളൊക്കെ തിയേറ്ററിൽ കാണുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു ഓളമുണ്ട്. നമ്മളെപ്പോഴോ കണ്ടു മറന്ന സിനിമകൾ പിന്നെയും ഇപ്പോൾ ചോട്ട മുമ്പേ റീസെൻ്റ് ആയിട്ട് ഇറങ്ങി ഹൗസ്ഫുൾ ആയിട്ട് ഇങ്ങനെ അടിച്ച് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു കാലത്തുണ്ടായ ഒരു സിനിമയ്ക്ക് ഉണ്ടാകുന്ന ഒരു ഫോർമുലയുണ്ട്. ചിരി, ഓരോ ലെവൽ ചിരിയുണ്ട്, ഫൈറ്റ് ഉണ്ട്, റൊമാൻസ് ഉണ്ട്, അല്ല അതിൻ്റെ ഒരു കറക്റ്റ് ഫോർമുലയാണ്. ഇപ്പോൾ ഇറങ്ങുന്ന സിനിമകളൊക്കെ കൂടുതൽ ഏതാണോ കോൺസെൻട്രേറ്റ് ചെയ്തത്, ത്രില്ലറാണ് ത്രില്ലർ മാത്രം, കുറച്ചുകൂടെ എന്താ പറയാ എന്താണ് ആ സീരിയസ് സബ്ജക്റ്റിന് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സിനിമകളാണ്. അതൊരു മാസ് സിനിമ, എല്ലാത്തരം ഇമോഷൻസും ഉൾക്കൊള്ളുന്ന സിനിമ. അതെ, ഇപ്പം ചോട്ടംബായി പോലത്തെ അപ്പം നരൻ പോലത്തെ സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് തിയേറ്ററിൽ നിന്ന് പോവാനും കൈയടിക്കാനും എഴുന്നേറ്റ് നിന്ന് തുള്ളാനും ഒക്കെ ഉണ്ടാകുന്ന ഒരു ഗൂസ്ബംപ് മൊമെന്റ്സ് ഉണ്ട്. ശരിക്കും അങ്ങനത്തെ സിനിമകൾ ഇപ്പൊ മലയാളത്തിൽ മിസ് ചെയ്യുന്നുണ്ടെന്ന് ചേട്ടൻ തോന്നുന്നുണ്ടോ? അതിൻ്റെ ഒരു തിരിച്ചറിവിൻ്റെ ദിവസങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഈ ചോട്ട മുമ്പ് ഈ തിയേറ്ററിൽ വന്ന് ഇത്രയും തകർക്കുമ്പോൾ നമ്മൾ കാണുന്നൊരു വലിയ കാഴ്ച. അതൊരു തിരിച്ചറിവിൻ്റെ നിമിഷമാണ്. കാരണം പുതിയ ന്യൂജൻ പിള്ളേരാണ് മുഴുവൻ തുള്ളുന്നത്. തല എന്നുള്ള പാട്ടിൽ ഞാൻ ഒരുപാട് റീൽസ് കണ്ടു അല്ലേ, മോള് തന്നെ ഒരുപാട് റീൽസ് കാണിച്ചു. എന്താ അത് കാണുമ്പോഴുള്ള സന്തോഷം. നമ്മൾ ആ 90s കാലഘട്ടത്തിലുള്ള സിനിമകൾ ഇപ്പോൾ പ്രേക്ഷകൻ വീണ്ടും വളരെ ഫ്രഷായിട്ട് ഏറ്റെടുത്ത് അതിന് നിറഞ്ഞാടുമ്പോൾ അല്ലെങ്കിൽ അത്രയും ആസ്വദിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിതിൽ എൻ്റെ ഒരു സുഹൃത്തിനോട് പറയായിരുന്നു, നമ്മുടെ രാജമാണിക്യം ഈ സമയത്ത് ഇറക്കേണ്ട ഒരു സിനിമയാണ്. ബിഗ് ബി ബിലാലൊന്നും വേണ്ട, ബിഗ് ബി തന്നെ ഒന്നുകൂടെ നിപ്പിറക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ ട്രെൻഡുണ്ട് ഇപ്പോൾ. അങ്ങനെയുള്ള സിനിമകൾ വരട്ടെ. ഇതിപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ താല്പര്യമായിട്ട് എൻ്റെ സ്വാർത്ഥത്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. രാജമാണിക്യവും ബിഗ് ബിയും ഇപ്പോൾ ഇറങ്ങിയാലും തകർക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ.